Hello, I am Merin. Welcome back to our channel. In this video, we will do easy paper wall hanging. If the video starts, you can channel subscribe. Please do subscribe and press the bell icon to press the video's notification. You can the video start. And then we will colored papers. Next, we will use a cardboard piece. I have 8 cm radius this circle cut. This is a cardboard. This is an A4 size sheet. This is correct equal half height fold. Then cut. This is the half piece. We will fold it. One fold it. One fold it. So, these strips are this strips ആണ് നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ചധികം സ്ട്രിപ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ കുറച്ചധികം സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇതിനകത്ത് ഇപ്പോൾ 2 A4 സൈസ് ഷീറ്റ് ആണ് ഫുൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ ആണ് എടുത്തേക്കുന്നത് ഈ ഒരു ബൈൻഡ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ എഡ്ജസ് എല്ലാം കൂടെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കുക നമ്മുടെ ബേസ് നല്ലതുപോലെ റെഡിയായി ഇനി ഓരോ സ്ട്രിപ്സും നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഈ ഒരു രീതിയിൽ ഈ സ്ട്രിപ്സ് എല്ലാം നമ്മൾ ഒട്ടിച്ചു ഇത് നമ്മൾ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം
ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ പോർഷനിൽ ഒരു റൗണ്ട് കൂടെ ചെയ്യണം. അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അകത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ റെഡിയാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് വിഡ്ത്ത് നമ്മളൊരു 7 സെൻറ്റിമീറ്ററാണ് എടുത്തേക്കുന്നത്. ലെങ്ത്തിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ കുറേ ഇതുപോലത്തെ സ്ട്രിപ്സ് ചുരുട്ടിയാണ് വലിയൊരു ഫ്ലവർ ആക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വിഡ്ത്ത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോവാം. അതുകൊണ്ട് ഇത്രയും ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ വിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സ്ട്രിപ്പിൻ്റെ അവസാനം വരെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 5-6 സ്ട്രിപ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ആ ഒരു വോളിയം കിട്ടുന്നത് വരെ നമ്മൾ ഇതുപോലത്തെ ഒരു പാറ്റേൺ തന്നെ ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് കംപ്ലീറ്റ് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ബ്ലാക്ക് ഒരു സ്ട്രിപ്പാണ്, ചാർട്ട് പേപ്പറാണ് ഇതും എടുത്തേക്കുന്നത്. കട്ടി കുറഞ്ഞ ചാർട്ട് പേപ്പറാണ്. ഇത് നമുക്ക് നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് സ്ട്രിപ്സും കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് സ്ട്രിപ്സ് അധികം വേണ്ട, യെല്ലോൻ്റെ അത്രയൊന്നും വേണ്ട, കുറച്ച് മതിയാവും. ഇനി ഈ ഒരു യെല്ലോ സ്ട്രിപ്പ് എടുക്കുക, എന്നിട്ട് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ ബാക്കി സ്ട്രിപ്സ് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബോർഡറായിട്ടാണ് നമ്മൾ ബ്ലാക്ക് കളർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനും റെഡിയായി. ഇനി ഹാങ്ങിങ്ങിൻ്റെ താഴത്തെ പോർഷനാണ് നമ്മൾ സെറ്റ് ആക്കേണ്ടത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ബോട്ടം പോർഷന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8x8 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മൾ പിങ്ക് കളർ പേപ്പറിൻ്റെ 7x7 സെൻറ്റിമീറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കോൺ ഷേപ്പാണ് ആക്കുന്നത്. ഇതും അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളൊരു വൂൾ ത്രെഡാണ് എടുത്തേക്കുന്നത്, ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ എൻഡ് പോർഷൻ നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കുക.
നമുക്ക് ഈ ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഈ ഒരു കോണ് ഇതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു ബീഡ് ഇവിടെ കാണത്തക്ക രീതിയിൽ നമ്മൾ വെക്കുകയാണ്. ഇത് മേളിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഒരു ബീഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ടസൽസ് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ഡിസൈനിൻ്റെ രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പേപ്പർ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സെൻറ്ററിലെ പോർഷനോടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ പേപ്പർ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഡെക്കറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.